ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന ഡ്രൈ ഹെയർ ഒക്കെ ഇല്ലേ, അത് ഇതേപോലെ ഇരിക്കുന്ന ഹെയർ ഇല്ലേ, അത് നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റി മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് സന്ധ്യയുടെ തലയിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സംഭവം വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈ ഹെയർ ഒക്കെ മാറി സിൽക്കി ഹെയർ ആകും. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ആകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചിൽ, സ്പ്ലിറ്റൻസ്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മാത്രമല്ല, ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. നമുക്ക് 2 ചാനലുണ്ട്, ഗീതൂസ് ഹെയർ കെയറും ടിപ്സ് ഫോർ യു A to Z. നമ്മളൊരു 7 വർഷമായിട്ടേ മുടി കൊഴിച്ചിൽ വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടുള്ള ഹെയർ ഓയിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മുടി കൊഴിഞ്ഞു പോയെടുത്ത് 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവും. 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓയിലാണ്. അതുകൊണ്ട് തന്നെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ ഓയിൽ മാത്രമല്ല, സ്കിൻ വൈറ്റനിങ് ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റനിങ് ജെല്ല്, ബീട്രൂട്ട് ലിപ് ബാം, 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. മുടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വരൾച്ച കേട്ടോ. അപ്പോൾ അത് മാറാനായിട്ടുള്ള ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. വരൾച്ച മാറിയാൽ തന്നെ നമുക്ക് സ്പ്ലിറ്റൻസ്, താരൻ പോലുള്ള പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള ഒരു കറ്റാർവാഴയുടെ തണ്ടാണ് വേണ്ടത് കേട്ടോ. കറ്റാർവാഴ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കറ്റാർവാഴ ഉണ്ടെങ്കിൽ സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ ടിപ്സ് ചെയ്യാവുന്നതാണ്. കറ്റാർവാഴ നമ്മളുടെ മുടി വളർച്ച കൂട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ്. പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, മുടി തഴച്ചു വളരാൻ, താരൻ പോവാനായിട്ട്, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനായിട്ട്, മുടിയുടെ വരൾച്ച മാറ്റാനായിട്ടും നല്ലതാണ്. ആദ്യം തന്നെ നമ്മളുടെ കറ്റാർവാഴ തണ്ടിൻ്റെ അടിവശത്തുള്ള പശഭാഗം നീക്കണം, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് ഇതേപോലെ നമുക്ക് വേണം ജെല്ലെടുക്കാനായിട്ട്. കറ്റാർവാഴ ജെല്ല് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കണ്ടീഷണറാണ് കേട്ടോ. കണ്ടീഷണർ എടുക്കുമ്പോൾ നിങ്ങൾ നല്ല കമ്പനിയുടെ കണ്ടീഷണർ തന്നെ വേണം എടുക്കാനായിട്ട്. കാരണം എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നല്ല ബ്രാൻഡ് കണ്ടീഷണറും ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ഹെയറിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം സ്റ്റാർ റേറ്റിംഗ് ഉള്ള കണ്ടീഷണർ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന കണ്ടീഷണർ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ താഴെ ഇടുന്നില്ല, കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആമസോണിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. എനിക്കിത് ഹസ്ബൻഡ് ഗൾഫിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ എന്നാലും നമ്മളുടെ ഹെയറിന് അതിൻ്റേതായ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കണ്ടീഷണറാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഒരു വട്ടം ഉപയോഗിക്കാനുള്ള കണ്ടീഷണർ എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ മതിയാവും കേട്ടോ. കുറച്ച് ഹെയർ ഉള്ളവർക്ക്, നന്നായി ഹെയർ ഉള്ളവർക്ക് അതനുസരിച്ചിട്ട് കണ്ടീഷണർ എടുക്കണം കേട്ടോ. ഹെയറിൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് മുടിക്ക് കൂടുതൽ ഈർപ്പും അതുപോലെ തന്നെ മൃദുത്വം നൽകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വരണ്ടു പോയിട്ടുള്ള മുടിയൊക്കെ കുറച്ച് സിൽക്കി ഹെയർ ആകാനായിട്ടൊക്കെയും നല്ലതാണ്. അതുപോലെ തന്നെ മുടി പാറിപ്പറന്ന് കിടക്കുന്നതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മളുടെ ഹെയറിൽ സ്കാൾപ്പിലും ഈർപ്പം നിലനിർത്താനായിട്ട് കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ വരൾച്ച മാറ്റാനായിട്ട്, ഡ്രൈ ആയിട്ടുള്ള പൊട്ടൽ മാറ്റാനായിട്ട്, മുടി നല്ല സിൽക്കി ഹെയർ ആകാനൊക്കെ ആയിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. അപ്പോൾ കണ്ടീഷണറും കറ്റാർവാഴയും നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഹെയറിൽ ഇതേപോലെ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി ചീകി കൊടുക്കുക. അങ്ങനെ ചീകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സന്ധ്യയുടെ ഹെയറൊക്കെ നന്നായിട്ട് ചുരുണ്ട മുടിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആകാനായിട്ട് സഹായിക്കും ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ കേട്ടോ. ഇനി ചുരുളമുടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീകൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തലയിൽ വെച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം കഴുകിക്കളയുമ്പോൾ ഷാമ്പു കാര്യങ്ങളൊന്നും വേറെ ഉപയോഗിക്കരുത് കേട്ടോ. ഈ ഒരു മെത്തേഡ് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ മാറും, ഡ്രൈ ഹെയറൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കുറേ ആളുകളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ് ഡ്രൈ ഹെയർ, സ്പ്ലിറ്റൻസ്, വിട്ടുമാറാത്ത താരൻ പോകാനായിട്ടുള്ള ടിപ്പ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു റെമഡിയാണ്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്.